നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏത് നിമിഷവും യുദ്ധമുണ്ടാക്കാവുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ നെതന്യാഹു കൂടിക്കാഴ്ചയിലേക്ക് യുഎസിലേക്ക് എത്തിയത് വലിയൊരു ആണവ ദുരന്തം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നതിന്റെ സൂചനയാണ് ലോകത്തിന് നൽകുന്നത്. ഇറാനുമായുള്ള ആണവ ചർച്ചയിൽ കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് സമ്മർദ്ദം ചെലുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്താൻ യുഎസിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ മരുമകനും മിഡിൽ ഈസ്റ്റ് ഉപദേഷ്ടാവുമായ ജാരദ് കുഷ്ണറും ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ജെറൂസലമിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കൃത്യം 2 ആഴ്ച കഴിഞ്ഞാണ് നെതന്യാഹുവിന്റെ ഈ സന്ദർശനം. ബെന്യാമിൻ നെതന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ യുഎസ് സന്ദർശിക്കുന്നുവെന്ന വാർത്ത അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും ആശങ്കകൾ ഉയർത്തുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വരുന്ന പ്രധാന ചോദ്യം, അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ ശക്തമായ സൈനിക നടപടി സ്വീകരിച്ചാൽ ലോകം 3ാം മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ? അങ്ങനെ സംഭവിച്ചാൽ മനുഷ്യരാശിക്ക് മുന്നിലുള്ള ഭാവി എന്തായിരിക്കും എന്നതാണ്. ഇറാന്റെ ആണവ പദ്ധതി കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങളുടെ നിരീക്ഷണ വിധേയമാണ്. 2015 ആണവ കരാർ വഴി ഇറാൻ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണമെന്ന് സമ്മതിച്ചിരുന്നെങ്കിലും പിന്നീട് കരാറിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റവും ഉപരോധങ്ങളുടെ പുനഃസ്ഥാപനവും സാഹചര്യത്തെ വീണ്ടും കടുപ്പിച്ചു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണവുമായുള്ള വിഷയത്തിൽ അമേരിക്ക ഇടപെടണ്ട എന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമാക്കുക കൂടി ചെയ്തതോടെ ഈ വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്തു. ഇസ്രായേൽ തുടക്കത്തിൽ തന്നെ കരാറിനെ വിമർശിച്ചിരുന്നു. അവരുടെ നിലപാട് പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, പ്രാദേശിക സായുധ സംഘടനകൾക്ക് നൽകുന്ന പിന്തുണ, മിഡിൽ ഈസ്റ്റിലെ സ്വാധീനം എന്നിവയും ചർച്ചകളിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. അതിനാൽ ഈ പ്രശ്നം വെറും ആണവ സാങ്കേതിക വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. ഇത് ശക്തി സമവാക്യങ്ങളുടെ രാഷ്ട്രീയമാണ്. സൈനിക നീക്കത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയാണെങ്കിൽ അതൊരു രാജ്യത്തിന്റെയോ 2 രാജ്യങ്ങളുടെയോ പ്രശ്നമായി മാത്രം ഒതുങ്ങില്ല. ഇറാൻ പ്രാദേശികമായി ശക്തമായ സഖ്യബന്ധങ്ങൾ പുലർത്തുന്നു. ലെബനനിലുള്ള ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, ഇറാഖ്, സിറിയ പ്രദേശങ്ങളിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾ എന്നിവ ഇറാനുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നവയാണ്. ഇവർ യുദ്ധത്തിൽ നേരിട്ടോ പരോക്ഷമായോ ഇടപെട്ടാൽ സംഘർഷം പല മുന്നേറ്റങ്ങളിലായി വ്യാപിക്കും. ഇസ്രായേൽ അതിന്റെ സുരക്ഷയ്ക്കായി ശക്തമായ പ്രതികരണം നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. അമേരിക്ക തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇടപെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു തീപ്പൊരി പല ഭാഗങ്ങളിലായി പടർന്നു പോകാൻ സാധ്യതയുണ്ട്. പേർഷ്യൻ ഗൾഫിലെ ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ ഊർജ നാളമാണ്. ലോകത്തെ എണ്ണ ഗതാഗതത്തിന്റെ വലിയൊരു വിഹിതം ഇതുവഴിയാണ് നടക്കുന്നത്. യുദ്ധാവസ്ഥയിൽ ഈ കടലിടുക്ക് അടച്ചുപൂട്ടപ്പെടുകയോ ഗതാഗതം തടസ്സപ്പെടുകയോ ചെയ്താൽ എണ്ണ വില കുത്തനെ ഉയരും. അതിന്റെ ആഘാതം വികസിത രാജ്യങ്ങൾക്കും വികസന രാജ്യങ്ങൾക്കും ഒരുപോലെ അനുഭവിക്കേണ്ടി വരും. ഓഹരി വിപണികൾ ഇടിയും, പണപ്പെരുപ്പം ഉയരും, ഭക്ഷ്യവില വർദ്ധിക്കും. കോവിഡ് മഹാമാരിക്ക് ശേഷം പുനരുജ്ജീവിക്കാൻ ശ്രമിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥ വീണ്ടും മാന്ദ്യത്തിലേക്ക് വീഴാൻ ഇത് ഇടയാക്കുമെന്ന കാര്യവും ഉറപ്പാണ്. 3ാം ലോക മഹായുദ്ധം എന്ന ആശങ്ക ഉയരുന്നത് മഹാശക്തികളുടെ ഇടപെടലിനാലാണ്. റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനുമായി തന്ത്രപ്രധാന ബന്ധങ്ങളുണ്ട്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പ്രവേശിച്ചാൽ അവർ രാഷ്ട്രീയ പിന്തുണയോ സൈനിക സഹായമോ നൽകുമോ എന്ന ചോദ്യം ഉയരും. നാറ്റോ സഖ്യകക്ഷികൾ അമേരിക്കയെ പിന്തുണയ്ക്കാൻ നിർബന്ധിതരാകാം. ഇങ്ങനെ പല ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പ്രാദേശികതയെ കടന്ന് ആഗോള സംഘർഷമായി വളരും. എന്നിരുന്നാലും എല്ലാ മഹാശക്തികളും നേരിട്ട് ആണവായുധങ്ങളോട് ഏറ്റുമുട്ടുമെന്ന് കരുതുന്നത് അതിരൂക്ഷമായ നിരീക്ഷണമായിരിക്കാം. ആണവ പ്രതിരോധ സിദ്ധാന്തം ഇന്നും ശക്തമായി നിലനിൽക്കും. അതിന്റെ ഭയം തന്നെ പലപ്പോഴും യുദ്ധം തടയുന്ന വലിയ ഘടകമാണ്. എങ്കിലും യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ ഘടകം ആണവ ഭീഷണി തന്നെയാണ്. ഇറാൻ ഔദ്യോഗികമായി ആണവായുധം സ്വന്തമാക്കിയിട്ടില്ലെങ്കിലും അതിന്റെ ശേഷിയെക്കുറിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. ഇസ്രായേൽ ആണവശേഷിയുള്ള രാജ്യമായി കണക്കാക്കപ്പെടുകയും ചെയ്തു. യുദ്ധം രൂക്ഷമാവുകയാണെങ്കിൽ ആണവായുധങ്ങളുടെ ഉപയോഗം ലോകത്തെ അസാധാരണമായ ദുരന്തത്തിലേക്ക് തള്ളിവിടും. ഒരു നഗരത്തിന്റെ നാശം മാത്രമല്ല, ദീർഘകാല കിരണ വ്യാപനം, ക്യാൻസർ രോഗങ്ങളുടെ വർധനവ്, കൃഷിനാശം, പരിസ്ഥിതി തകർച്ച, ന്യൂക്ലിയർ വിന്റർ പോലുള്ള പ്രതിഭാസങ്ങൾ എന്നിവ മനുഷ്യ ജീവിതത്തെ തലമുറകളോളം പിന്തുടരും. മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു വൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാവും. ആരോഗ്യ സംവിധാനങ്ങൾ തകർന്നടിയും. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടും. ഇതിനകം തന്നെ സംഘർഷങ്ങളാൽ ക്ഷീണിച്ച പ്രദേശങ്ങൾ പൂർണ്ണമായും തകർന്നടിയും. യൂറോപ്പ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അഭയാർത്ഥി സമ്മർദ്ദം നേരിടേണ്ടി വരും. എന്നാൽ ഈ സാഹചര്യം അനിവാര്യമായി 3ാം ലോക മഹായുദ്ധത്തിലേക്കാണ് നയിക്കുക എന്ന് ഉറപ്പിച്ച് പറയാനാകില്ല. ചരിത്രത്തിൽ പലതവണ വലിയ സംഘർഷ സാധ്യതകൾ നയതന്ത്ര ഇടപെടലുകളിലൂടെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി പോലുള്ള സംഭവങ്ങൾ അതിന്റെ ഉദാഹരണങ്ങളാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ പരസ്പര ആശ്രിതത്വവും യുദ്ധത്തിന്റെ അമിത ചിലവും മഹാശക്തികളെ സൂക്ഷ്മമായ നീക്കങ്ങൾക്കാണ് പ്രേരിപ്പിക്കുന്നത്. ലോകം ഇന്ന് അതീവ സൂക്ഷ്മമായ ഒരു വഴിത്തിരിവിലാണ്. ശക്തമായ പ്രസ്താവനകളും സൈനിക സജ്ജീകരണങ്ങളും യുദ്ധത്തിന്റെ നിഴൽ നീളുന്നതായി തോന്നിപ്പിച്ചാലും അതേസമയം നയതന്ത്ര ചർച്ചകളും നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
നേതാക്കളുടെ തീരുമാനം, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ, സമാധാനത്തിനുള്ള പൊതുജന സമ്മർദ്ദം എന്നിവയാണ് ഭാവിയെ നിർണ്ണയിക്കുക. യുദ്ധം ഒരിക്കൽ പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന്റെ നിയന്ത്രണം ആരുടെയും കൈവശം നിലനിൽക്കില്ല എന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോഴത്തെ ഓരോ നീക്കവും ലോകത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കാൻ ശേഷിയുള്ളതാണെന്ന് തിരിച്ചറിയേണ്ട സമയം കൂടിയാണ്.